തോന്നുന്നത് ഇയാള് കോളേജുകാർക്ക് ഇങ്ങോട്ട് പണം എണ്ണിക്കൊടുത്ത് മുഖ്യ അതിഥി സ്ഥാനം ചോദിച്ചു വാങ്ങിയതാണെന്നാ. ആദ്യമായി സ്വാഗതം പറയേണ്ടത് എല്ലാവർക്കും നന്ദി. സ്വാഗതം പറയൂ കുട്ടി. സ്വാഗതം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ പ്രിൻസിപ്പൽ വിക്രം സാറിന് സ്വാഗതം. പ്രിൻസിപ്പൽ വിക്രമല്ല, ശ്രീനിവാസ സാറാ. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിക്രം സാറിന് നന്ദി. സോറി. വിക്രം സാറിന് സ്വാഗതം ആശംസിക്കുന്നു. ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് സ്വാഗതം പറഞ്ഞിട്ട് പൊക്കോളൂ. സ്വാഗതം പറയാൻ പേടിക്ക് നോക്കാണോ? ധീരതയ്ക്കുള്ള അവാർഡ്. വർഷേ കളിയേക്കും. ഇരിക്കടാ. എന്താ നിനക്കെന്താ പറ്റിയത്? അങ്ങനെ സുന്ദരിയായ ഒരു പെണ്ണ് അമ്പാടിയില് വന്നു. നിലത്ത് കിടന്ന് കൈകാലിട്ടടിക്കുകയായിരുന്നു ഉണ്ണിക്കണ്ണൻ. ആ സുന്ദരി പെണ്ണ് കണ്ണനെ എടുത്ത് മടിയിലോട്ട് കിടത്തി മുലപ്പാലങ്ങ് കൊടുക്കാൻ തുടങ്ങി. കണ്ണനുണ്ടല്ലോ ആർത്തിയോടെ മുലപ്പാലങ്ങ് വലിച്ചു കുടിക്കാൻ തുടങ്ങി. കുടിച്ചു 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 കുടിച്ച് പാലങ്ങ് തീർന്നു. അപ്പൊ എന്ത് ചെയ്തു? ഉണ്ണിക്കണ്ണൻ ആ പെണ്ണിന്റെ ചോര അങ്ങ് കുടിക്കാൻ ആരംഭിച്ചു. ഓ, അവള് വേദന കൊണ്ട് പൊളയാനും വിടുണ്ണി വിടുണ്ണി എന്ന് അപേക്ഷിച്ചാലറി അങ്ങ് കരയാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണനുണ്ടോ പിന്മാറുന്നു. അവൻ ചോര ഊറ്റി കുടിച്ചോണ്ടേയിരുന്നു. കണ്ണന്റെ ഓരോരോ മായാവിലാസങ്ങളെ. എന്തിനാ മുത്തശ്ശി പാല് കൊടുക്കുന്ന പെണ്ണിന്റെ ചോര തന്നെ കണ്ണനൂറ്റി കുടിച്ചത്? ആ മോളെ, അവളെ സുന്ദരിയുടെ വേഷം ധരിച്ചു വന്ന ഘോര രാക്ഷസിയായ ഭൂതനെയായിരുന്നു. കണ്ണനെ കൊല്ലാനെ മാറില് വിഷം പുരട്ടിക്കൊണ്ടാ അവള് വന്നേ. എന്നിട്ടാ രാക്ഷസിക്ക് എന്താ സംഭവിച്ചത് മുത്തശ്ശി? വേദന കൊണ്ട് പൊളഞ്ഞ അവള് യഥാർത്ഥ രൂപം അങ്ങ് എടുത്തു. ഒരു മലയോളം വലിപ്പമുള്ള ഒരു മഹാഭയങ്കരിയായി ഭൂതന. ഓ, ലോകം കിടുങ്ങിപ്പോവും. അതുപോലെ അവളങ്ങ് പൊട്ടിച്ചിരിച്ചു. പിന്നെ പേടഞ്ഞ് പേടഞ്ഞ് കണ്ണന്റെ മുമ്പിൽ തന്നെ ചത്ത് മലച്ചു. നന്നായി. കണ്ണനെ കൊല്ലാൻ വന്ന ഭൂതനിക്ക് അങ്ങനെ തന്നെ വേണം. അതിരിക്കട്ടെ. ഈ കഥയിൽ നിന്നേ മോൾ എന്ത് പാഠവാ പഠിച്ചേ? ചതിച്ചു കൊല്ലാൻ വന്ന മരിച്ചു വീണിരിക്കും. എന്താ മക്കളെ? ഒരു ചായ. ചേച്ചി, കടുപ്പത്തിനൊരു ചായ എനിക്കൂടെ വേണേ. ആ വേണേ പ്രകാശായിരുന്നു എടുത്തോ. എനിക്കൊരു ചായ എടുത്തോടി. അത് വിത്തൗട്ടേ. ഷുഗർ ഷുഗർ വിത്തൗട്ട് ഞാൻ കിലോ. ജോലിക്കെന്നും പറഞ്ഞ് ഓഫീസിൽ പോയി മൊബൈലും കുത്തി ഇരിക്കുന്നവളാ. വീട്ടിൽ വന്ന് കയറി ക്ഷീണം. കൊമ്പത്തെ തമ്പുരാട്ടിയല്ലേ.
നായി നോക്കി നടക്കുന്ന അച്ചിക്കൊന്തനും ക്ഷീണം. ക്ഷീണം മാറ്റാൻ അമൃതയത്ത് വിളമ്പേണ്ട വേലക്കാരിയല്ലേ ഞാൻ. ഇങ്ങനൊരു ഗതികേട്. അടുക്കളയിൽ എച്ചിൽ പാത്രം കഴുകിയും ആഹാരം ഉണ്ടാക്കിയും കഴിയുന്ന ഒരു പെണ്ണിന്റെ ജീവിതം അവക്ക് മാത്രമേ അറിയൂ. ഓർഡർ ഇടാൻ 100 ആളും ജോലി ചെയ്യാൻ ഞാനൊരാളും. പെണ്ണൊരു യന്ത്രമല്ലേ, യന്ത്രം. എന്താ ദിയമോൾക്ക് പകലോർക്കം ശീലല്ലേ? പകലുറങ്ങിയ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ പറ്റൂ. നല്ല രസമുള്ള ഭൂതനയുടെ കഥയാ മുത്തശ്ശി പറഞ്ഞത്. എന്തായാലും ദിയമോള് വന്നതോടെ അച്ഛമ്മ രക്ഷപ്പെട്ടു. കഥ പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഒരു കൂട്ടായല്ലോ. അതാണ്. അച്ചമ്മയുടെ പേരക്കുട്ടിയല്ലേ വന്ദന. ആ വന്ദനയ്ക്ക് പ്രസവിക്കാതെ അമ്മയാവാനുള്ള അവസരം കൊടുത്തവളല്ലേ ഈ ദിയമോള്. കഥ പറച്ചിലും കളിയും ചിരിയൊക്കെ നടക്കട്ടെ. മോളെ കുറിച്ച് ആരും കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ, വിഷമിക്കാതെ. എന്നെ കുറിച്ച് മാത്രമല്ല എന്റെ അമ്മയെ കുറിച്ചും കുറ്റം പറഞ്ഞു. എന്തിനാടാ ആ പാവം കുഞ്ഞിന് ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. അവള് വന്ദനെ അമ്മയായിട്ട് കാണുന്നെങ്കില് കുഞ്ഞിനും ഒരാശ്വാസമാകും, വന്ദനയ്ക്കും ഒരാശ്വാസമാകും. അത് മനസ്സിലാക്കാതെ മൊനവച്ച വാക്ക് പറഞ്ഞാലേ നിനക്ക് ദൈവദോഷം കിട്ടൂടാ. ഓ എടാ പിള്ളാരെ, ഏതോ മയക്കുമരുന്ന് സംഘത്തിനെ പിടികൂടാൻ സഹായിച്ചതിനെ കോളേജുകാര് നമ്മുടെ വർഷമൊക്കെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ടോ? ആ അറിഞ്ഞു. എടാ നിങ്ങൾ കൂടപ്പിറപ്പുകളുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കേണ്ടതല്ലേ? സമ്മാനം കൊടുക്കുന്നു. ഓഫീസിൽ ഒരു റെസ്റ്റും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവനാണ് ഈ ഞാൻ. എനിക്ക് ഇതുവരെ ഒരു സമ്മാനം കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് മെയ്യനങ്ങാതെ സമ്മാനം കിട്ടിയവൾക്ക് വീണ്ടും സമ്മാനം കൊടുക്കേണ്ട കാര്യമില്ല. പ്രകാശേട്ടൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഊണ് കഴിക്കാൻ പോലും നേരം കിട്ടാതെ എനിക്ക് പണിയോട് പണിയാ. ആ ഓവർ റിസ്കിന് ഒരു സമ്മാനവും എന്നെ തേടി വന്നിട്ടില്ല. ഇതിപ്പോ വർഷ കൂട്ടുകാരും ഒത്ത് കൂത്താടി നടന്നപ്പോ എന്തോ കണ്ടൊരു ഫോൺ കോൾ ചെയ്തു. അല്ലാതെ ഒരു കഠിനാധ്വാനവും നടന്നിട്ടില്ല, അതല്ലാതെ ഒരു കായികാധ്വാനവും നടന്നിട്ടില്ല. അതിന് ഈ സമ്മാനവും ആഘോഷമൊക്കെ അർഹതയില്ലാത്ത കാര്യങ്ങള്. ഹരിതേ, അങ്ങനെ വർഷയുടെ സേവനത്തെ നീ ചെറുതായിട്ട് കാണരുത്. ഒരു ഫോൺ കോളിലൂടെ സമൂഹത്തെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മഹത്തായ സേവനമാണ് വർഷ ചെയ്തിരിക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വേണ്ട പ്രകാശേട്ടാ? ഹലോ. അയ്യോ റേഞ്ചില്ലല്ലോ. ഹലോ. പറഞ്ഞോളൂ പറഞ്ഞോ. ഹരിതേ, ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് എന്തേലും ഒരു സമ്മാനം വേണ്ട, കൊടുക്കണ്ട. ഹരിത പോയി. നീയും ചെല്ല്. ചായ ചായ. അച്ഛമ്മേ, അർഹതയില്ലാത്തവർക്ക് അംഗീകാരം കിട്ടിയെന്ന പുതിയ ആരോപണം. മോളെ, വന്ദനയുടെ പേരിൽ ആരോപണങ്ങൾ പലതും ഇല്ലേ? ഇനി അനിയത്തി വർഷയ്ക്കും ഇരിക്കട്ടെ ഒരാരോപണം. മോളെ, ആരോപണം എന്ന വാക്കിലെ പണം, അതാണ് എല്ലാവർക്കും പ്രശ്നം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ. മനോജ്,
നിന്റെ ഏട്ടത്തിയുടെ അച്ഛമ്മയുടെ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവരുടെ താളത്തിനൊത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. എന്റെ ഹരിമോളെ ആരും താളം തുള്ളിക്കുന്ന എനിക്കും ഇഷ്ടമല്ല. ഞാൻ അതിന് കൂട്ടു നിൽക്കുകയില്ല. എന്നാലും എന്നാലും വർഷ ഒരു പാവമാണ് ഹരിതേ. സമ്മാനോ പണോ പ്രശസ്തിയോ ഒന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. സ്വാർത്ഥതയില്ലാത്ത സാമൂഹ്യ സേവന അവക്കിഷ്ടം. അതിന് ദൈവം വെച്ച് നീട്ടുന്ന സമ്മാനം അവക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന സമ്മാനത്തിന്റെ കൂടെ നമ്മളും ഒരു സമ്മാനം കൊടുത്താ പുണ്യല്ലേ മോളെ? അങ്ങനെയുള്ള പുണ്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വർഷ പഠിച്ച റാങ്ക് വാങ്ങി വരട്ടെ. എന്റെ വകയായിട്ട് മികച്ചൊരു സമ്മാനം തന്നെ കൊടുത്തേക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള ഉടായ്പ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനം. ആദ്യം വർഷയ്ക്ക് സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ നിന്റെ അച്ഛമ്മ പറഞ്ഞതുകൊണ്ടാ വേണ്ടാന്ന് വെച്ചത്. ആ സ്ത്രീക്ക് പക്ഷാഭേദമുണ്ട്. വന്ദനയോടും സുചിത്രയോടും വർഷയോടും ഒക്കെ ആ തൊള്ളയ്ക്ക് മുടിഞ്ഞ സ്നേഹം. നമ്മളോടൊക്കെ തികഞ്ഞ വെറുപ്പും പുച്ഛവും മാത്രം. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാ. എന്നാ ആ കിളവിയുടെ വാക്കം കേട്ടോണ്ട് വർഷയ്ക്ക് സമ്മാനം കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞതും 100% ശരിയാണെന്ന് കൂട്ടിക്കോ. അങ്ങോട്ട് ആ ഒരർത്ഥത്തിൽ ഹരിത പറഞ്ഞതും ശരിയാ. ഹരിതേ മോളെ, കണക്കൊന്നും ശരിയാവില്ല. ഓ അവിടെ കൊടുത്ത പൈസ ഓക്കെ. കൂട്ടുന്നത് ലാഭത്തിന്റെ കണക്കാണോ അതോ നഷ്ടത്തിന്റെ കണക്കോ? സംശയം എന്ത്? നഷ്ടത്തിന്റെ കണക്ക് തന്നെ. വർഷയ്ക്കൊരു സമ്മാനം വാങ്ങിച്ചു കൊടുത്താലുണ്ടാവുന്ന നഷ്ടത്തിന്റെ കണക്കാ കൂട്ടി നോക്കുന്നത്. സ്വന്തം സഹോദരി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു 100 രൂപ മുടക്കുന്നത് നഷ്ടമാണോ? ഒരു 100 രൂപ വെറുതെ ഉണ്ടാവോ? ഇല്ലല്ലോ. പോട്ടെ, ഒരു 10 രൂപ വെറുതെ കിട്ടോ? നിനക്കേ പണത്തിന്റെ വില അറിയില്ല. സുചിത്രേ, നമുക്കൊരു ആവശ്യം ഉണ്ടാവുമ്പോ ഈ പറഞ്ഞ സഹോദരിമാരൊന്നും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴേ നീ പണത്തിന്റെ വില അറിയൂ. സമ്മാനങ്ങൾ എത്ര വേണമെങ്കിലും ദാ ഇങ്ങനെ കൈനീട്ടി ഇങ്ങോട്ട് വാങ്ങാം. പക്ഷേ പണം മുടക്കി സമ്മാനം അങ്ങോട്ട് വാങ്ങി കൊടുക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതെ, ഞാനൊരു മണ്ടനല്ല. ഇപ്പൊ മണ്ടനാകാനും ഉദ്ദേശമില്ല. അത് കാലം തെളിയിക്കും. അവനവനൊരു ആവശ്യം വരുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല. അപ്പോഴേ പരസ്പര സ്നേഹത്തിന്റെ വില നിങ്ങളും പഠിക്കൂ. സഹജീവി സ്നേഹം, അതൊക്കെ ഓരോ മണ്ട ശിരോമണികൾ പടച്ചുവിടുന്ന വാക്കുകളല്ലേ. പണം കയ്യിലുണ്ടോ എത്ര സഹജീവികൾ വേണമെങ്കിലും പിന്നാലെ വരും. ഇല്ലെങ്കിലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് വർഷയ്ക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഓർമ്മിപ്പിക്കാൻ മെനക്കെടണമെന്നില്ല എന്നർത്ഥം. ഈ മനുഷ്യനെ തിരുത്താൻ ആർക്കും കഴിയില്ല. ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്താ മോളെ ഇത്? നിന്റെ ഭർത്താവ് കുടിച്ചിട്ട് 4 കാലേ വന്ന് പണമൊന്നും നശിപ്പിച്ചു കളയുന്നില്ലല്ലോ. സമ്പാദിക്കല്ലേ. അങ്ങനെയുള്ള ഭർത്താവിനെ പ്രാകാൻ പാടില്ല. എന്താ വന്ദന കവറില്? പുതിയ ഡ്രസ്സാ. വർഷയ്ക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ്. നന്നായി വന്ദന. കോളേജിൽ നിന്ന് സമ്മാനം കൊണ്ടുവരുന്നതിന് മുൻപേ നിന്റെ സമ്മാനം തന്നെ വീട്ടിലെത്തിയല്ലോ. വളരെ സന്തോഷായി. ഇവിടെ 10 ചക്രം കയ്യിലുള്ളത് പ്രകാശനും ഹരിതയ്ക്കുവാ. വർഷയ്ക്ക് സമ്മാനം ഒന്നും കൊടുക്കണ്ടെന്ന് അവര് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെന്താ മോളെ സമ്മാനം കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയേ? എന്റെ ദുഃഖത്തിലും ദുരിതത്തിലും എന്നെക്കാളും തീ തിന്നുന്നത് വർഷമോളാ. രാത്രി പലപ്പോഴും ഞെട്ടി ഉണരുമ്പോ
ഉറങ്ങാതെ എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കുന്ന വർഷയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് നേരെയൊക്കെ ചെയ്യുന്ന വർഷയെ എത്ര നാളായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടത് അവളുടെ ചങ്കാണെങ്കിൽ അതും അവള് പറിച്ചു തരും. ചിരിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തില് ചേച്ചിക്ക് വേണ്ടി ഉള്ളൊരുക്കി നടക്കുന്ന ഒരു അനുജത്തി ആർക്കാ ഉള്ളത്? എവിടെയുള്ളത്? അവൾക്കൊരു ചെറിയ സമ്മാനമെങ്കിലും ഞാൻ കൊടുക്കണ്ടേ അച്ഛമ്മേ? എനിക്കറിയാം എൻ്റെ മോളെ, നീ ജീവിക്കുന്നത് നിയമോക്ക് വേണ്ടിയാണെങ്കിൽ വർഷമോട് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. അവള് നന്മയുള്ളവളാ. വർഷയുടെ സഹോദര സ്നേഹം കണ്ട് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വർഷയ്ക്ക് ആരൊക്കെ എന്തൊക്കെ സമ്മാനം കൊടുത്താലും അവൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് നിന്റെ ഈ സമ്മാനത്തിന് തന്നെ ആയിരിക്കും. അമ്മേ അമ്മേ അമ്മ വർഷ എനിക്ക് സമ്മാനം വാങ്ങിയത് സൂപ്പർ. എനിക്ക് സമ്മാനമൊന്നും വാങ്ങിയില്ലേ? എന്താ അമ്മേ ദിയക്കുട്ടിക്ക് സമ്മാനമൊന്നും വാങ്ങാത്തത്? മോൾക്ക് എത്ര സമ്മാനം വേണമെങ്കിലും അമ്മ വാങ്ങി തരുമല്ലോ. പക്ഷെ ഈ സമ്മാനം വർഷാണ്ടിക്കാം. എന്താ മോള് പിണങ്ങോ? വർഷ എനിക്ക് സമ്മാനം വാങ്ങിയത് എനിക്കും കൂടി ഉള്ളതല്ലേ. എനിക്കൊരു പിണക്കവും ഇല്ല. എൻ്റെ ഈശ്വര, നീ എന്തെങ്കിലും തുള്ളുന്നേ? നിന്റെ ഭാവം കണ്ട സമ്മാനം കിട്ടി നിനക്കാണെന്ന് തോന്നുമല്ലോ. എന്റെ പെണ്ണ് കിട്ടുന്ന സമ്മാനം എനിക്കുള്ളതല്ലടാ. പുരസ്കാര സമർപ്പണത്തിനായി പ്രമുഖ വ്യവസായിയും ബിസിനസ് യൂത്ത് ഐക്കൺ ജേതാവുമായ ശ്രീ വിക്രം അവർകളെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. താങ്ക് യു. ഒപ്പം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. സുഹൃത്തുക്കളെ, വായില് വെള്ളിക്കണ്ണിയായിട്ടൊന്നും പിറന്നൊരു ജന്മമായിരുന്നില്ല എൻ്റെത്. അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത്. എന്ത് കഥയായിരിക്കുന്നല്ലേ പറയാം. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അനാഥ ബാലനായിരുന്നു ഞാൻ. 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെയാണ് ഒരു മരുന്ന് കമ്പനി ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് സ്വന്തം കഠിനാധ്വാനത്തിൽ കമ്പനി വളർന്നു. സമയം അവസരോചിതമായി ഉപയോഗിച്ചപ്പോഴാണ് വിജയം നേടാനായത്. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രയത്നത്തിലൂടെ വിജയം നേടുന്നവരെ എനിക്കിഷ്ടമാണ്. വർഷയെ അനുമോദിക്കാൻ കിട്ടിയ അവസരം ജീവിതത്തിൽ ഒരു മഹത്തായ നിമിഷമായി ഞാൻ കരുതുന്നു. ഇന്നീ വേദിയിൽ ഇങ്ങനൊരു ഗ്യാലറി അവാർഡ് വാങ്ങാൻ അർഹയായ വർഷ അതെങ്ങനെ സാധിച്ചു എന്നതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. വർഷ, പ്ലീസ് കം. വർഷ, കം ഓൺ. ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല സർ. സോറി. എന്തൊരു വർഷ? ശ്യാമേ, എടാ വർഷയ്ക്ക് വേണ്ടി നീ ഒരു പറയും. എടാ, നീ എല്ലാത്തിനും ദിക്സാക്ഷിയായിരുന്നല്ലേ? ചെല്ല്. കമോൺ വർഷ, പറയും. എല്ലാവരും അറിയട്ടെ. ചെല്ലടോ. ഞാൻ പറയാം.